ഹലോ. ഒരു ക്യൂട്ട് ഇൻട്രോ നിങ്ങൾ കേട്ടില്ലേ? ഇനി ഞങ്ങളുടെ കുറച്ച് ഗോവ ട്രിപ്പിന്റെ മൊമെന്റ്സ് ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ. ഈവനിങ് 3 o'clock ട്രെയിനിലാണ് കേട്ടോ ഞങ്ങൾ പോയി. ഈവനിങ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് നൂഡിൽസ് ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ചില്ലായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഇവർ ഫ്രണ്ട്സ് ആണ് കേട്ടോ, ഇവരും ഗോവയിലേക്കാണ്. ഇവരെ കണ്ടപ്പോൾ ഞാൻ ഷക്കീൽ ഖാനോട് പറയുന്നു, ചിലപ്പോൾ ഞാനും ഷൗമിൻ ആശയ്ക്ക് ഇതേപോലെ ആയിരിക്കും ട്രിപ്പ് പോകാന്ന്. കാരണം ഒക്കെ ഒന്ന് ഫ്രീ ആയി വരണ്ടേ. അവൾക്ക് പിന്നെ നൈറ്റിൽ ഫുഡൊക്കെ കൊടുത്ത് അവൾ ഉറക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ നിന്നത്. നല്ല ദോശയും ചിക്കൻ റോസ്റ്റൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ മെല്ലെ ഉറങ്ങി. കാരണം രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ. അങ്ങനെ പുലർച്ചെ ഒരു 4:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മഡ്ഗോവയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഷന്റെ പുറത്തേക്ക് നടക്കുമ്പോൾ നോക്കിയൊക്കെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇനി നെക്സ്റ്റ് പരിപാടി ഞങ്ങൾക്ക് ഒരു സ്കൂട്ടി എടുക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ അവരുടെ വണ്ടിയിൽ അവരുടെ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയി കോൾവ ബീച്ചിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു. രാവിലെ തന്നെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയതിന് ശേഷമാണ് എത്രത്തോളം വെയിലാണ് പുറത്തുനിന്ന് മനസ്സിലായത് കേട്ടോ. അപ്പൊ പിന്നെ ജസ്റ്റ് 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു. ഇത് ഞങ്ങളുടെ റൂമിന്റെ താഴെ തന്നെയുള്ള റെസ്റ്റോറന്റ് ആണ്. മക്കൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ അവർക്കുണ്ട്. ഞങ്ങൾ കോൾവ പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ റൂം എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ ഫുഡ് ഇവിടെ തന്നെ ആക്കാന്ന് വിചാരിച്ചു. അവിടെ ഫുഡൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വീണ്ടും കോൾവയിലേക്ക് തന്നെ പോയി. ഇതൊക്കെ ബീച്ചിന്റെ സൈഡിലായിട്ടുള്ള കുറെ ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ ഡ്രസ്സും ഓർണമെന്റ്സും പിന്നെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഇതൊരു മിററാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ. ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് മണൽ കണ്ട സന്തോഷത്തിലാണ് മോളുള്ളത്. ചെറിയ വെയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ മാക്സിമം ഒന്ന് വൈകുന്നേരം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതായിരുന്നു. പക്ഷെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. പക്ഷെ നൈസാണ് കേട്ടോ. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ബീച്ചൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ സൗത്ത് കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം റഷ് കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ നോർത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മുടെ ബാഗ, അഞ്ജുന ബീച്ച് ഇതൊക്കെ ആണെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് തിരക്കൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാന്നുള്ള രീതിയിൽ പ്ലാൻ ആക്കിയിട്ടാണ് ഞങ്ങൾ ഗോവയിലെ സൗത്തേക്ക് വന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എൻ്റെ ബാക്കിലൊക്കെ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ നടക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പം നൈറ്റിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവര്. ഓരോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയറൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. നൈറ്റും അടിപൊളിയായിരിക്കും തോന്നുന്നു. ബട്ട് ഞങ്ങൾ നൈറ്റ് ഇന്ന് വേറെ സ്പോട്ട് പിടിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇത് എത്ര എടുത്തിട്ട് മതിയാവുന്നില്ല കേട്ടോ. കാരണം നോക്കിക്കേ എന്തൊരു ഭംഗിയാ നോക്കിക്കോ. പ്രത്യേകിച്ച് വയനാട്ടുകാരായത് പറ്റുന്ന പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഈ കടല് കാണാത്ത അവന്റെ സംഭവം നല്ല. എനിക്കിത് എടുത്തിട്ട് മതിയാവുന്നില്ല. കുറെ നേരം ഞാൻ എടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി പിന്നെ നേരെ റൂമിലേക്ക് തന്നെ പോയിട്ടോ. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇന്നൊന്ന് ബെനോലിയം ബീച്ചിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ എൻട്രൻസിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ അവിടേക്കൊന്ന് കറങ്ങി ഞങ്ങൾ പിന്നെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. അങ്ങനെ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓൾഡ് ഗോവയിലേക്കും പഞ്ചുവിലേക്കും പോകാനാണ്. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 hour യാത്രയുണ്ട് കേട്ടോ നമുക്ക് പഞ്ചിമിലേക്ക് എത്തണമെങ്കിൽ. ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോകുമ്പോൾ തന്നെ മോൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോകുമ്പോഴുള്ള കാഴ്ചയൊന്നും അവൾക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവള് നല്ല ഉറക്കമായിരുന്നു. പോയി നമ്മൾ പിന്നെ ഒരു ബ്രിഡ്ജിലേക്ക് കയറുന്നുണ്ട്. നല്ല അടിപൊളി ബ്രിഡ്ജ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ അതിന്റെ താഴെ കാണാനും നല്ല ഭംഗിയായിരുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഡോർ തുറന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയപ്പോൾ കിട്ടിയൊരു ഹിഡൻ സ്പോട്ടാണ് ഇത്. അവിടുന്ന് പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ നേരത്തെ വന്ന ബ്രിഡ്ജിന്റെ നേരെ താഴെയുള്ള റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് പഞ്ചിമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ഒരു ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോവാന്ന്. പക്ഷെ ഒരാൾ ഒട്ടും സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എത്തിയിട്ട് ഇവളുടെ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഇങ്ങനെ ഓടുക ചാടുക കളിക്കുക അല്ലാതെ ഫോട്ടോസിനൊന്നും നിന്ന് തരുന്ന തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഓൾഡ് ഗോവയിലേക്ക് പിടിക്കുകയാണ്. ഓൾഡ് ഗോവയിൽ പൊതുവെ കാണാനുള്ളത് കുറെ ചർച്ചും ഫോട്ടോ ഒക്കെയാണ്. ഇവിടെ ഒരു അക്കോഡ ഫോർട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങളുടെ ടൈമിങ് തെറ്റിയതായതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്കായിരുന്നു ഡിഗ്രിന്ന് ട്രിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്പോട്ട് എത്തിയപ്പോഴും നല്ല നൊസ്റ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓൾഡ് ഗോവ ഒന്ന് കറങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോയി. പിന്നെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് മെല്ലെ തിരിച്ചു കേട്ടോ. കാരണം ഇനി 1 hour വേണം നമുക്ക് റൂമിലേക്ക് എത്താൻ. ഓൾമോസ്റ്റ് റൂം എത്താറായപ്പോൾ നല്ലൊരു മഴ കിട്ടി. ഈ ഒരു ബ്രിഡ്ജിലാണ് എന്നിട്ട് ഞങ്ങൾ കയറി നിന്നത്. പക്ഷേ ഈ ഒരു ബ്രിഡ്ജ് എത്തുന്നതിന്റെ ഒരു 2 മിനിറ്റ് മുമ്പ് ഞങ്ങൾ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. മോള് നനഞ്ഞിട്ടില്ല, അവളെ ഞങ്ങൾ മാക്സിമം പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സൗത്ത് ഗോവയിൽ ഒരു മെയിൻ ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ, റോസ് ഓംലേറ്റ്. ചിലർക്കൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു പാവും ഓംലെറ്റും പിന്നെ ചിക്കൻ്റെ ഒരു തരം ഗ്രേവിയും. നല്ല മഴ നനഞ്ഞ് വന്നുകൊണ്ട് തന്നെ ചൂടോടെ ഇത് കഴിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇതാണ് റോസ് ആൻഡി, ഇവരുതാണ് ഈ സാധനം. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് എത്തി ഒന്ന് ഫ്രഷ് ആയി. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ ഞങ്ങളൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ.
ഞങ്ങളൊന്ന് വെള്ളത്തിലൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. നോക്കുമ്പോൾ വെള്ളമൊക്കെ കയറി വന്നിട്ടുണ്ട്. ആരും ഇറങ്ങുന്നതൊന്നും കാണുന്നില്ല. ഇന്നലെയൊക്കെ അവിടെ ഒരു കുറേ ഭാഗം വരെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ വെള്ളം നന്നായിട്ട് കയറി. അപ്പം ഞങ്ങൾക്ക് ഇവിടെ എനിക്ക് ഏറ്റവും പേടിയുള്ളതാണ് ഈ കാണുന്ന സാധനം. കാരണം അല്ലേ, ഏതിലാ പോകുന്നതെന്ന് മനസ്സിലാവില്ല. അങ്ങനെയാണ് അതിൻ്റെ കോട്ടം വരിക. പിന്നെ വണ്ടീൻ്റെ പുറകെ. ഇപ്പം ഞങ്ങളെ ഇന്നത്തെ പ്ലാന് വെള്ളം ഫുള്ള് കയറിയിട്ടാണ്. അപ്പം എന്തായാലും ഇവിടെ ഇറങ്ങാൻ പറ്റൂല, വേറെ ബീച്ച് പിടിക്കേണ്ടി വരും. ഞങ്ങൾ വേറെ ബീച്ചിലേക്കൊന്നും പോയില്ല കേട്ടോ. ഞങ്ങൾ അധികം ആഴമില്ലാത്ത സ്ഥലത്ത് നിന്ന് അങ്ങനെ കളിക്കുകയായിരുന്നു ചെയ്തത്. കാരണം ഇനി നമ്മൾ വേറൊരു ബീച്ചിലേക്ക് എത്തുമ്പോഴേക്കും എന്നെ നല്ല വെയിലാവുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ചെയ്തത്. ആള് ഫുൾ എൻജോയ്മെന്റിലാണ്. ഫുള്ള് ചാടുന്ന് മറിയുന്ന്, നല്ല രസമുണ്ട് കളി കാണാൻ. പക്ഷെ എനിക്ക് പേടിയാട്ടോ, എനിക്ക് അധികം ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. കാണാൻ നല്ല ഇഷ്ടമാണ്. എൻ്റെ പണി ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് കൊണ്ടാണ് ഞാൻ തിരിച്ചെത്തിയത്. പപ്പയും മോളും നല്ല കളിയാണ് കേട്ടോ. അവരുടെ കളിയൊക്കെ കണ്ടിട്ട് ഒരറ്റത്തിരുന്ന് ഞാനിങ്ങനെ അത് നോക്കിയിരിക്കുന്നു. ഇവിടെ ഒരുപാട് മക്കളൊക്കെ വന്നിട്ട് രാവിലെ തന്നെ കളിയാണ് കേട്ടോ. പിന്നെ വല്ലാതെ വെയിലായതിനു ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ നേരെ ബെനോലിയം ബീച്ചിലേക്ക് എത്തി. അവിടുന്ന് ഒരാളെ കണ്ടു കേട്ടോ. Kerala. Yeah. I'm from Karnataka. Oh, actually you are from Bangalore. But my from is Hubli. Okay, Near Hubli. Bangalore, yes. See, some ഇവിടുത്തെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുക. അതായത് അവർ പിന്നെ സ്കൂളിൽ പോയിട്ട് അങ്ങനെയൊന്നുമില്ല, എക്സ്പീരിയൻസ് ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സിനോട് സംസാരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇവർ അത്ര ബെറ്റർ ആയിട്ട്. ഇപ്പം പാർവതി അക്ക അവർ ഹുബ്ലിയിലാണ്. പിന്നെ അപ്പം ഇവിടെ നിന്നിട്ട് തന്നെ സ്കൂളിൽ നിന്ന് അവർ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇതാ ബെനോലിയ വന്നതാണ്. നെക്സ്റ്റ് ബീച്ച് പിടിച്ചതാണ്. ഞങ്ങൾക്ക് ഇന്നലെ നൈറ്റ് വന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് വഴി മാറിപ്പോയി, അപ്പം അത് കിട്ടിയില്ല. പിന്നെ ഞങ്ങളൊരു വട്ടം വന്നു. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബീച്ചാണ് കേട്ടത്. അത്യാവശ്യം വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ സെറ്റായി വരാൻ വിചാരിച്ചു, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇത് പാർവതി അക്ക. ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല വേറെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബെനോലിയം ബീച്ചിൽ വരുന്ന ആൾക്കാർ പാർവതി അക്കനെ വന്ന് കാണണം. ഓക്കെ ഓക്കെ, ആം ഐ യുവർ ഫസ്റ്റ് കസ്റ്റമർ ടുഡേ? ഓക്കെ, ഞാനൊരു ബ്രസ്ലെറ്റ് വാങ്ങിയിട്ടുണ്ട്. അക്കയുടെ ഫസ്റ്റ് കസ്റ്റമറാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. നന്നാവട്ടെ. നമ്മളിത് ബെനോലിയം ബീച്ചിൽ പോയതിനു ശേഷം വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ആ റോഡിൽ തന്നെ ഉള്ളൊരു ഷോപ്പിലേക്ക് കയറി ഞങ്ങളങ്ങനെ നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ തട്ടി പിന്നെയും റൂമിലേക്ക് പോയി. പിന്നെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എണീറ്റ് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇന്നൊരു ലക്ഷ്യത്തോടെയാണ് കേട്ടോ ബീച്ചിലേക്ക് പോകുന്നത്. ബീച്ച് എത്തുന്നതോറും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അതെ ഗൈസ്, ഞാനങ്ങനെ പറക്കാൻ പോവുകയാണ്. ഞാൻ കയറിയപ്പോൾ മുതൽ മോള് ഭയങ്കര അതിശയത്തോടെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവള് വിചാരിച്ച് ഞാൻ ആ വഴി അങ്ങനെ പോയിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ പാരാസൈലിംഗ് നടത്തി, നല്ല ഇത് അടുത്താളൊക്കെ പോകുന്നുണ്ട്. എത്ര ദിവസം മേലെ കയറിയിട്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത മോളുടെ കളിയായി കേട്ടോ. അവളൊരു തൊപ്പിയൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പൊതുവേ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരാളെ ബീച്ചിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്, പിന്നെ പറയേണ്ടി വരുമോ, അവളൊരു സന്തോഷം കാണുന്നിരുന്നു. ഞാൻ പോന്നാണേ. ഓക്കെ, നീ വരുന്നില്ല? ഞാൻ പോട്ടെ. ഓക്കെ, ബൈ. ആ ബൈ. നീ വരുന്നില്ല? നീ വരുന്നില്ല? നീ വരുന്നില്ല? അങ്ങനെ ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത ആളെ വെള്ളത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ നേരെ മണലിലേക്ക്. അപ്പോൾ ഇന്നത്തോടെ കഴിഞ്ഞ് നാളെ മോർണിംഗിൽ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകും. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പം പാരാസൈലിംഗ് ഞാൻ എന്തായാലും നേരത്തെ നോക്കി വെച്ചൊരു സാധനമായിരുന്നു. അതെന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ പിന്നെ അധികം വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അടിപൊളിയാണ്. ഇപ്പോൾ ഒന്ന് ഓണായി വരുന്നുണ്ട്. നൈറ്റിലേക്കുള്ള ഓരോ സെറ്റപ്പൊക്കെ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതാണ് സൗത്ത് ഗോവ. നമ്മുടെ നോർത്ത് പോലെ അത്ര ഓണല്ല, ബട്ട് എന്നാൽ നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ, എന്താ പറയുക, എന്നാൽ അത്ര റഷ് ഇല്ലാത്ത ഒരിതാണ്. ഇപ്പം നമ്മളുള്ളൊരു ബെനോലിയം ബീച്ചിലാണ്. അപ്പം ഇവിടെ കുറച്ച് ഓണാണ് കേട്ടോ. നൈറ്റൊക്കെ ആകുമ്പോഴേക്ക് അങ്ങനെ ഒക്കെ സെറ്റപ്പ് ആക്കി വരുന്നുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം നമ്മളിപ്പം നൈറ്റ് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒക്കെ കഴിഞ്ഞിട്ട്
മോൾ ഫുൾ സന്തോഷത്തിലാണ്, ഫുൾ ഹാപ്പിയാണ്. വെള്ളത്തിൽ നിന്നൊന്നും വരുന്നില്ല, അവസാനം പിടിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പൊ അതാ മണ്ണിൽ കളിയാണ് ആശൻ. രാത്രി ആയപ്പോഴേക്കും ബീച്ചൊക്കെ ഓണായി വരുന്നുണ്ട്. പിന്നെ ഇവളാകെ ചെളിയിലൊക്കെ കുളിച്ചത് കൊണ്ട് അവളൊന്ന് ക്ലീനാക്കി കൊണ്ടുവരാന്ന് വിചാരിച്ച് ഞങ്ങളും എല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ വരുന്നില്ല. അവൾ ഊഞ്ഞാലാടുന്നു, പിന്നെ അവിടെ ഓരോ കളിയിലാകുന്നു, വരുന്നേ. അതും അവള് മാത്രം ആടിയാ പോരാ, പപ്പയും ആടും. അങ്ങനെ ഒരു വിധം ഞങ്ങൾ ഒരു വാഷ്റൂമിലേക്ക് എത്തി. അവിടെ ഒരു മോനുണ്ടായിരുന്നു കേട്ടോ. ഇവന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ബീച്ചിന് പുറത്തായിട്ടുള്ള ഒരു വാഷ്റൂമിലെ സെക്യൂരിറ്റിയുടെ കൂടെ കണ്ടതാണ്. ഇവൻ അച്ഛനും അമ്മയും ഇല്ല, സ്കൂളിലും പോകുന്നില്ല. പക്ഷെ ഇവന്റെ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, ഇവന് മോളോടൊക്കെ സംസാരിക്കുന്ന രീതിയും മോളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് അവൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം അത്രയും നല്ലൊരു ക്യാരക്ടറുള്ളൊരു മോനായിരുന്നു കേട്ടോ. മോള് കരയുന്നത് കണ്ടിട്ട് അവൻ കൊടുത്ത കാറാണ് കേട്ടോ അവളുടെ കയ്യിലുള്ളത്. അങ്ങനെ മോൾ അവിടെ നിന്ന് റെഡിയാക്കി എടുത്ത് ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ പോയി കേട്ടോ. അവിടുന്ന് ജസ്റ്റ് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പോയതാണ്. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചോക്ലേറ്റ് പാൻ കേക്ക് ഇരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അസലായിട്ട് പാളിയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നോക്കിക്കേ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കഷ്ടപ്പാട്. ആ ഒരു മോനാണ് ഡാൻസ് കളിക്കുന്നത്, അതിൻ്റെ അമ്മ വേറെ ചെറിയൊരു കുട്ടിയും പിടിച്ചിട്ടാണ് ആ ഒരു ചെണ്ട കൊട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മൾ എത്രമാത്രം ലക്കിയാണെന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളും എല്ലാം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ റൂമിലേക്ക്. അങ്ങനെ ഗോവ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. ട്രെയിൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ റെസ്റ്റ് റൂമിലൊക്കെ അങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോ തിരിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി തിരിച്ചു പോകുന്നതൊക്കെ എങ്ങനെയാ നോക്കാം. കുറച്ച് നേരം പോസ്റ്റായി, കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ചായ കിട്ടിയിട്ടില്ല, അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ചായ അപ്പം നോക്കുമ്പോൾ അവർ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ട്രെയിന് വരാനുമായി, ഇതാ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ഗോവ ടു ലോണ്ട ട്രെയിൻ യാത്ര ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. കാരണം പുറത്ത് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് ദൂദ്സാഗർ വാട്ടർഫാൾസ് വരുന്നത്. ഞാൻ ഇത്രയും ദിവസമായിട്ട് വെയിറ്റിങ്ങിലായിരുന്നു അത് കാണാൻ വേണ്ടി. യെസ് നമ്മളങ്ങനെ ദൂദ്സാഗർ വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. ഇത് അതിൻ്റെ ലോങ് എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. എന്ത് അടിപൊളിയാ നോക്കിക്കേ. എനിക്ക് വല്ലാത്തൊരു പറ്റിപ്പോയി ഗൈസ്. കാരണം ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. കാരണം ഈ ഒരു വ്യൂ തന്നെ നമുക്ക് കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഞാൻ പല വീഡിയോസ് എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് എൻ്റെ ബാക്കിലൂടെ അതിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വ്യൂ പോയി. എനിക്കത് കാണാൻ പറ്റിയില്ല, ജസ്റ്റ് മിസ്സായി. ഇനി ഇൻഷാ അല്ലാ പിന്നെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ ആ സങ്കടമൊക്കെ മറന്ന് ഞങ്ങൾ വീണ്ടും യാത്രയായി. ഞങ്ങളിതാ ലോണ്ടെ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ട്രെയിനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം 11 മണിക്ക് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. ഇതാണ് ലോണ്ട റെയിൽവേ സ്റ്റേഷൻ. ഒരു ലോക്കൽ ഏരിയ ആണ് കേട്ടോ. ഫുഡ് നമ്മൾ പിന്നെ പാർസൽ വാങ്ങിക്കുക ചെയ്തത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഇപ്പം ഞങ്ങളെ നെക്സ്റ്റ് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ്. വരാറായി ഏകദേശം. പിന്നെ നമ്മുടെ മഡ്ഗോവയിലെ ലോണ്ടയിലേക്കുള്ളൊരു ട്രെയിൻ യാത്ര അടിപൊളിയാട്ടോ. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ ദൂദ്സാഗർ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട്. ബട്ട് കറക്റ്റ് അവിടെ എത്തിയപ്പോൾ അതുവരെ എനിക്ക് ലോങ് എന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. പിന്നെ അതിന് ശേഷം ഞാൻ നോക്കും, ഞാൻ വിചാരിച്ചു എന്നാൽ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും എൻ്റെ ബാക്ക് സൈഡിൽ അത് പോയി. എനിക്ക് ജസ്റ്റ് ഞാനൊരു പകുതിയെ കണ്ടുള്ളൂ. എനിക്കത് ഭയങ്കര മിസ്സായിപ്പോയി. കാരണം ഞാൻ അത്രയും എക്സൈറ്റ് ആയിട്ട് നിൽക്കുന്നേത്ത് അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൂരെ നിന്നൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അടുത്തുനിന്നുള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു, അതെനിക്ക് കാണാം. ഞാൻ ഈ ഒരു ട്രെയിൻ യാത്രയിലാണ് ഈ ഒരു വ്യൂ കിട്ടുക എന്ന് വെച്ചിട്ട് ഞാൻ അത് കാണാൻ വേണ്ടി മാത്രം നിൽക്കുന്നതായിരുന്നു. എത്രയോ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് കറക്റ്റ് അടുത്തു നിന്നുള്ള ആ ഒരു വ്യൂ എനിക്ക് കിട്ടിയില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. പപ്പയും മോളും പിന്നെ എവിടെ പോയാലും ഇത് തന്നെ പരിപാടി കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങളൊന്ന് വേഗം കിടന്നുറങ്ങി. ഹുബ്ലി എത്തുന്നതിന് ശേഷം കേട്ടോ നമ്മൾ പിന്നെ ഉണരുന്നത്. അപ്പോൾ തന്നെ ഒരു എഗ് ബിരിയാണിയെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും ട്രെയിനിലേക്ക് കയറി. ട്രെയിൻ ഏകദേശം എടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഫുഡൊന്നും ഓർഡർ ചെയ്ത് വാങ്ങിക്കാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇത് പാളുമോയെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ കൂടെ തന്നെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ഇവളവരായിട്ട് ഭയങ്കര കമ്പനി. ട്രെയിൻ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ക്ഷീണവും ഇല്ലാതെ എന്നാൽ നല്ല പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോവാം. ദൂരൊരാളും ഒട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ.
അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 11:30 വീണ്ടും യശന്തൂരേക്ക് എത്തി. ഇനി നേരെ റൂമിലേക്ക്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ.